ആത്മവിശുദ്ധിയുടെ ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം മുസ്ലിം സമൂഹം ഇന്ന് ഈദുൽ ഫിത്ർ ആഘോഷിക്കുകയാണ്. ഈ സന്തോഷവേളയിൽ ലോക ജനസമൂഹത്തിന് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ ആശംസിക്കുകയാണ്, കൈമാറുകയാണ്. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. പെരുന്നാളിന്റെ സുദിനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പ്രഖ്യാപിക്കുന്ന സന്ദേശം അല്ലാഹു അക്ബർ എന്നുള്ളതാണ്. ഇന്നലെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറയുന്ന വാക്യം അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീറിന്റെ ധ്വനികളാണ് ഈദിന്റെ സുദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഉന്നതൻ അല്ലാഹുവാണ്. അത്യുന്നതനായിട്ടുള്ള അല്ലാഹുവിനെ ഞാൻ പ്രകീർത്തിക്കുകയാണ്. ആ പടച്ച റബ്ബി എനിക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു മാസക്കാലം അവന് വേണ്ടി വഴിപ്പെട്ടുകൊണ്ട് പരിപൂർണമായും സമർപ്പിച്ച് ആത്മീയമായ മേഖലകളിൽ വിശുദ്ധി പാലിച്ച് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അവസരത്തിന് ഞാൻ അല്ലാഹുവിനെ പ്രകീർത്തിക്കുകയാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രയാസങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് വലിതുക്മിൽ ഇദ്ദത, നോമ്പിന്റെ ദിനരാത്രങ്ങളെ നിങ്ങൾ പൂർത്തീകരിച്ച് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ മേൽ അല്ലാഹുവിനെ നിങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യുക. അങ്ങനെ സന്മാർഗികളായി മുന്നോട്ട് പോകുമ്പോൾ പടച്ച റബ്ബിന് നന്ദി അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ജീവിതത്തിന് ഇനിയും വിശാലത നൽകും. ലൈൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ അല്ലാഹുവിനെ നന്ദി കാണിക്കുകയാണെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിച്ചു തരും. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, തീർച്ചയായും എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠിനമാണ്. പടച്ച റബ്ബിങ്കലേക്ക് ആത്മാർത്ഥതയോടുകൂടി മടങ്ങാൻ ലഭിച്ച അവസരമാണിത്. ഈദ് എന്നാണ് പെരുന്നാളിന് അറബിയിൽ പറയുന്നത്. ഈദ് എന്ന് വച്ചാൽ അതൊരു മടക്കമാണ്. വന്നിട്ടുള്ള ദിവസങ്ങൾക്കപ്പുറത്ത് തിരിച്ചു ഒരു മടങ്ങ് പോക്കലിന് കാരണമാകാൻ ഇത് സാധിക്കേണ്ടതുണ്ട്. വഴിവിട്ട ജീവിത പാതകളിലൂടെ സഞ്ചരിച്ച് പടച്ചവൻ കാണിച്ചു തന്ന ഹിദായത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോ ഐഹികവും പാരിത്രികവുമായ ലോകത്ത് പടച്ചറപ്പ് നൽകുന്ന സമാധാനത്തിന്റെ വഴികൾ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയണം. അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ പലതരത്തിലുള്ള വേർതിരിവുകൾ കണ്ടേക്കാം. സാമ്പത്തികമായും അധികാരത്തിന്റെയും അതുപോലെ തന്നെ തറവാടിത്വത്തിന്റെയും ഉന്നതമായ മേഖലകൾ വ്യത്യസ്തമായിരിക്കാം. പക്ഷെ എന്തെല്ലാം എങ്ങനെയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാലും ശരി, പടച്ച റബ്ബാകുന്ന വലുത്. അള്ളാഹുവിനേക്കാൾ വലിയവനായിട്ട് ആരുമില്ല. നാം എല്ലാം ചെറിയവരാകുന്നു. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഏ മനുഷ്യരെ, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിന്റെ അടുക്കൽ ഫുഖറാഇങ്ങൾ, ദരിദ്രരാകുന്നു, പാവങ്ങളാകുന്നു. വല്ലാഹു അനി, അല്ലാഹുവാകുന്നു ഐശ്വര്യവാൻ. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വളർച്ചയോ ഉയർച്ചയോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പടച്ച റബ്ബ് എനിക്ക് തരുന്നതാകുന്നു. എന്നാൽ അധികാരത്തിന്റെ പേരിൽ ഏതെങ്കിലും ഉന്നതമായ തൊട്ടുകളിൽ കയറിയിരുന്നിട്ട് അഹങ്കാരം കാണിക്കുവാനുള്ള അവകാശം ഒരാൾക്കും തന്നെ ഉണ്ടാകുന്നില്ല. ഗോത്രങ്ങളാക്കി വിഭാഗങ്ങളാക്കി പടച്ച റബ്ബ് വേർതിരിച്ച് മാറ്റിവെച്ചത് പരസ്പരം സംഘട്ടനങ്ങളിൽ ഏർപ്പെടുവാൻ, സംഘർഷങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പരസ്പര തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുന്നു. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാകുന്നു.
വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു, നിങ്ങളെ പരസ്പര ഗോത്രങ്ങളും വിഭാഗങ്ങളും ഒക്കെയാക്കി മാറ്റിയിട്ടുള്ളത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അധികം ആദരവിന് അർഹതയുള്ളത് അത്ഖാക്കും, നിങ്ങളിൽ ഭയഭക്തിയോടുകൂടി സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോകുന്നവനാകുന്നു. ആ ആദരവിന് കാരണമാകുവാൻ ഈ വിശുദ്ധ റമദാനിന് ശേഷമുള്ള ജീവിതം നമുക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ വിജയം. ആത്മാവിനെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ് വിജയം കൈവരിക്കാൻ സാധിക്കുക. അത് അഫ്ലഹ മൻ തസക്ക, ആത്മാവിനെ പരിശുദ്ധിപ്പെടുത്തിയവൻ ആരാണോ അവൻ വിജയിക്കുന്നു. വദക്കറ സ്മ റബ്ബിഹി ഫസല്ല, അവൻ തന്റെ രക്ഷിതാവിനെ ഓർക്കുകയും ആ രക്ഷിതാവിന്റെ മുന്നിൽ നമസ്കാരം അർപ്പിക്കുകയും ചെയ്യുന്നു. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, പടച്ചവനാണ് വലുത് എന്നും അള്ളാഹുവിന്റെ നിയമങ്ങളാണ് വലുത് എന്നും മനസ്സിലാക്കുമ്പോഴും ഐഹിക ജീവിതത്തിനാണ് നിങ്ങൾ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖാം, പരലോകമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പരലോകത്തേക്കുള്ള വഴികൾ വ്യക്തമായി മനസ്സിലാക്കി തരാൻ പടച്ച റബ്ബ് നൽകിയ ഈ വിശുദ്ധ റമദാനിന് ശേഷമുള്ള ജീവിത കാലഘട്ടത്തിൽ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കണം. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻഗാസ, കയറി വിരിച്ചുണ്ടാക്കിയിട്ട് അഴിച്ചുവിട്ട ഒരു പെണ്ണിനെ പോലെ നിങ്ങൾ ആയിത്തീരരുതേ എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് കേവലം ഒരു മാസക്കാലം മാത്രമല്ല, നമ്മുടെ വിശുദ്ധിയുടെ മാസം വരാനിരിക്കുന്ന ദിവസങ്ങളിലേക്ക് ഊർജ്ജസ്വതയോടുകൂടി തഖ്വയോടുകൂടി മുന്നോട്ട് പോകുവാൻ കഴിയണം. ഏതവസരത്തിലും പടച്ചവനാണ് വലുത് എന്ന സന്ദേശം മറക്കാതെ മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ റമദാനും നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ സൽക്കർമ്മങ്ങളുമെല്ലാം പരലോകത്ത് പ്രയോജനപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ ഈ സമയങ്ങളിൽ ആഘോഷത്തിന്റെ വേളയിൽ നാം ഇരിക്കുമ്പോഴും ലോക ജനസമൂഹത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ഭീതിയുടെയും പ്രയാസത്തിന്റെയും ഒരു ഘട്ടത്തിലാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, അതിന്റെ രീതിശാസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. നിലനിൽപ്പിൻ്റെതായിട്ടുള്ളവയെല്ലാം നശിപ്പിച്ചുകൊണ്ട് ആക്രമണത്തിന്റെ പാതകൾ സ്വീകരിച്ചു പോകുന്ന ഒരു ലോകത്ത് ഇസ്ലാം ലോകത്തോട് പറയുന്നു, യുദ്ധം ഒരിക്കലും ഒന്നിനും ശാശ്വതമല്ല. യുദ്ധം അരാജകത്വത്തിലേക്ക്, അനീതിയിലേക്ക്, അസമത്വത്തിലേക്ക് മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. സാമ്പത്തികമായ നീതിയും പ്രയാസങ്ങളും അപ്പുറത്ത് മാനവിക ജീവിതത്തിന്റെ സകല മേഖലകളെയും തകർന്നുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് യുദ്ധ തരംഗമായിക്കൊണ്ടിരിക്കുന്ന യുദ്ധസഹജമായ ഒരു സാഹചര്യത്തിൽ നിന്ന് പടച്ച റബ്ബ് ഈ ലോകത്തെ രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങളും സംഘർഷങ്ങൾക്കുമെല്ലാം അയവരുത്തിക്കൊണ്ട് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം സമാധാനത്തിന്റെയും ശാന്തിയുടെയും മന്ത്രമാണ് ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനുഷ്യരെ വിളിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാകുന്നു. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന നിലക്ക് ഈ ഭൂലോകത്ത് അവന് ജീവിക്കുവാൻ ആവശ്യമായ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഭക്ഷണ ജീവ പദാർത്ഥങ്ങളും എല്ലാം വകവെച്ചു കൊടുക്കണമെന്നത് അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ലോകത്ത് നന്മയുണ്ട്, തിന്മയുണ്ട്. സമൂഹം എവിടെയാണ് നിലനിൽക്കേണ്ടത്? വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ, തിന്മയെ നന്മ കൊണ്ടാണ് തൊടുക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, അപ്പോൾ നിന്റെയും യാതൊരുവന്റെയും ഇടയിൽ അദാവത്ത്, ശത്രുതയുണ്ട് എങ്കിൽ കഅന്നഹു വലിയുൻ ഹമീം, അവർ ഉറ്റ ചങ്ങാതിമാരായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് ലോകജന സമൂഹം ഒരേ ഐക്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, സന്ദേശത്തിലേക്ക്, സാഹോദര്യത്തിലേക്ക് വരേണ്ടതുണ്ട്. പെരുന്നാളിന്റെ സുദിനത്തിലും വ്യക്തികൾ എന്ന നിലക്ക് ആ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. ഏറ്റവും അടുത്തവർ തമ്മിലാണ് പരസ്പരം അകന്നിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിചയമില്ലാത്തവരുമായിട്ടല്ല നമ്മൾ അകലം പാലിച്ചിരിക്കുന്നത്.
അകലം പാലിച്ചിരിക്കുന്നത് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബന്ധങ്ങളെയാണ് മറന്നിരിക്കുന്നത്. സ്വമാതാപിതാക്കളെയാണ് അകറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, ഈ സുദിനത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം അറ്റുപോയ ബന്ധങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കണം. നമ്മുടെ ലക്ഷ്യം പരലോകമാണ്, അള്ളാഹുവിന്റെ കോടതിയിലെത്തേണ്ടവരാണ്. അതുകൊണ്ട് ദുനിയാവിൽ നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ പരസ്പരം അകന്നു നിൽക്കുന്ന അകൽച്ചകൾ മാറ്റാൻ ഇന്നത്തെ ഈ ദിവസത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഈദ്ഗാഹിലേക്ക് വരലും പോകലും വഴി വ്യത്യാസപ്പെടുത്താൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമൂഹവുമായിട്ടുള്ള ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. വിശാലമായ മൈതാനിയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് മാനവിക സമൂഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ ലോക ജനങ്ങൾക്ക് മുന്നിൽ വിളംബരം നടത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈദ്ഗാഹിലേക്ക് വന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതിന് മുമ്പായിക്കൊണ്ട് അയൽപ്പക്കത്തുള്ള ഒരാളും വിശന്നിരിക്കുവാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വിത്തസർക്ക് സക്കാത്ത് കൊടുത്തുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഈദ്ഗാഹിലേക്ക് വന്നത് എങ്കിൽ സമൂഹത്തെ മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷവും ഇസ്ലാമിലില്ല. അതുകൊണ്ട് തൊട്ടടുത്തിരിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ മുസാവഖത്ത് നടത്തി ആശ്ലേഷിച്ചുകൊണ്ട് സമാധാനത്തിന്റെ വാക്ക് പകർന്നിട്ട് പരസ്പരം കെട്ടിപ്പുണരുമ്പോഴേക്കും പറയേണ്ട വാക്യം തഖബ്ബലല്ലാഹു മിന്നാ വമിൻക. ഈദ് മുബാറക്ക് നേർന്ന് ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിക്കൊണ്ടാണ് പറയേണ്ടത് തഖബ്ബലല്ലാഹ്, പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. നഷ്ടപ്പെട്ടു പോയ ദിനരാത്രങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ, ഇതിന്റെ ഫലങ്ങളൊന്നും ദുനിയാവിൽ നഷ്ടപ്പെടാതെ പടച്ചറബ്ബേ നീ സ്വീകരിക്കണമേ, തഖബ്ബലല്ലാഹു മിന്നാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഇന്നത്തെ ഈ സുദിനത്തിൽ സൗഹൃദത്തിന്റെ കെട്ടിപ്പിടുത്തങ്ങളിലും പറയേണ്ട വാക്യവും തഖബ്ബലല്ലാഹു മിന്നാ വമിൻക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. പ്രയാസപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കേണ്ടതായ ദിവസം കൂടിയാണിന്ന്. സ്ത്രീ സമൂഹത്തോട് പ്രത്യേകമായി പറഞ്ഞു, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ധാരാളമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. കാരണം അതിന് പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഒന്ന്, ഈ സുന്നത്തായ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. രണ്ടാമത്തേത്, നിങ്ങളുടെ കൈകളിലേക്ക് ഈദ് ഹദിയ എന്ന് പറയുന്ന ഒരു കവർ നൽകിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ ദഅവത്ത് പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോഴേക്കും അള്ളാഹു പറഞ്ഞ ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും, അള്ളാഹുവിന്റെ ദീൻ വളരണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മുതൽ മുടക്കലുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരം അതിനകത്ത് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. ദീൻ പരസ്പരം കൈമാറിക്കൊണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീനിന്റെ ആ വളർച്ചയിൽ വളർന്നു വരുന്ന യുവാക്കൾ അധാർമികതയിലേക്ക് കൂത്തുകുപ്പി പോകുന്ന, അതുപോലെ ലഹരിയിലേക്ക് പോകുന്ന, അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നിന്ന് ധാർമ്മികതയുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ പ്രബോധന പ്രവർത്തന മേഖലകൾ വളരെ വ്യക്തമായും കൃത്യമായും നടപ്പിലായി മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ഈ ദീൻ വിശുദ്ധ ഖുർആൻ അവതീർണമായ ഒരു മാസത്തിലൂടെ മനസ്സിലാക്കിയ വിശുദ്ധ ഇസ്ലാമിന്റെ ആശയ പ്രബോധനങ്ങൾ വരുംകാല സാഹചര്യങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ അടിയുറച്ച ഈമാനും അടിയുറച്ച ബോധവും നമ്മിൽ അനിവാര്യമാണ്. പടച്ചറബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊട്ടും അധൈര്യപ്പെടേണ്ടതില്ല, നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ടതില്ല. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളൊട്ടും ദുഃഖിക്കേണ്ടതില്ല, നിങ്ങളൊട്ടും അധൈര്യപ്പെടേണ്ടതില്ല. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാകുന്നു ഉന്നതന്മാർ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ, ഈമാനുള്ളവരാണ് എങ്കിൽ നിങ്ങളെ തകർക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഈമാനിന്റെ പ്രഭ റമദാനിന് ശേഷം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോറലുകൾ കുറവുകൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ ഈമാൻ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. അങ്ങനെ ഈമാനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദുനിയാവിൽ പടച്ചറപ്പ് നമ്മുടെ വഴികൾ നമുക്ക് എളുപ്പമാക്കി തരും. നമ്മുടെ പരലോക ജീവിതം ധന്യമാകുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിന്റെ രാവും പകലുമൊക്കെയായി നാം നിർവഹിച്ചിട്ടുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ.
റമദാനിൽ നേടിയെടുത്തിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ചൈതന്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ സുദിനത്തിൽ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ പലരും നമ്മെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ഹോസ്പിറ്റലുകളിലാണ്, വെന്റിലേറ്ററിൽ കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ബന്ധുക്കൾ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഈദ്ഗാഹിൽ പോകുമ്പോൾ സാധേ ഇന്ന് പ്രസംഗിക്കണം. സഹോദരൻ പെട്ടെന്നുണ്ടായ അസുഖത്തെ തുടർന്നുകൊണ്ട് വെന്റിലേറ്ററിലാണ്. പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ സാധ്യമാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സഹോദരങ്ങൾക്ക് പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി തിരിച്ചു വന്ന് സൽക്കർമ്മങ്ങളുമായി മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ ഇണകളിലൂടെ, മക്കളിലൂടെ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോക സമൂഹത്തിന് അല്ലാഹു നിർഭയത്വവും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന്, അക്രമികളായ ജനതകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക ജനതയ്ക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടങ്ങളിലും ജോലികളിലും ഉദ്യോഗങ്ങളിലും നിഅമത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുടുംബത്തിന്റെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും കഴിയുന്ന കുടുംബനാഥന്മാർക്ക് അല്ലാഹു സമാധാനവും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി കഴിയാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്തും വൈജ്ഞാനിക രംഗത്തും ഏറ്റവും ഉന്നത തട്ടിലേക്ക് മുന്നോട്ട് കടക്കാനും അതുപോലെ തന്നെ അവിടങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന എല്ലാവരും തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് പരിപൂർണമായ ഈമാനോടുകൂടി മുസ്ലിമായി ഷഹാദത്ത് ഉച്ചരിച്ച് വിട പറയാനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് സാക്ഷികളായി നോമ്പും ഖുർആനും കടന്നു വരുന്ന സമയത്ത് അനുകൂലമായി മറുപടി പറയുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا افرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد وآله وصحبه وسلم. والسلام عليكم ورحمة الله. السلام عليكم. സഹോദരങ്ങളെ, IS പ്രവർത്തകർ നിങ്ങളുടെ കയ്യിൽ ഈദ് ഹദിയ ആദർശ യൗവനത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി കവർ കിട്ടാത്തവരും നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായങ്ങൾ നൽകി അനുഗ്രഹിക്കും.